ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷഹനാസ് കുസിൻസ്. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ മസാലപ്പുട്ടിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. വീട്ടിൽ ഗസ്റ്റ് വരുമ്പോഴോ അതല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ആയാലും നമ്മുടെ കയ്യിൽ കുറച്ച് ചെമ്മീൻ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം. നമ്മുടെ റെസിപ്പീസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന ആ ഒരു ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്ക് ചെമ്മീൻ മസാലപ്പുട്ട് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ചെമ്മീൻ്റെ ഒരു മസാല റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 200 ഗ്രാം ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ വലിയ സൈസിലുള്ള ചെമ്മീനാണ്. നമുക്കിത് 2-3 പീസാക്കിയിട്ട് വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഗരം മസാല 1/4 ടീസ്പൂൺ, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് അരമണിക്കൂർ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം നമുക്ക് ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ചൂടായിട്ടുള്ളൊരു കടായിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ചെമ്മീൻ ചേർത്ത് കൊടുത്ത് നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ചെമ്മീനെല്ലാം ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായി മസാല റെഡിയാക്കുന്നതിന് വേണ്ടി ചെമ്മീൻ ഫ്രൈ ചെയ്ത എണ്ണയിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 2 സവാള ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 5-6 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത്, 2 തണ്ട് വേപ്പില, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതെല്ലാം ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി വഴറ്റിയെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പെരിഞ്ജീരകം പൊടിച്ചത് 1/4 ടീസ്പൂൺ, ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. മസാലയുടെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം 2 തക്കാളി ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. തക്കാളിയും സവാളയൊക്കെ നന്നായി വെന്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് നാളികേരവും 1/4 കപ്പ് മല്ലിയിലയും ചേർത്ത് 1-2 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ചെമ്മീൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ട് റെഡിയാക്കി എടുക്കണം. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് 1 കപ്പ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് നമ്മൾ സാധാരണ പുട്ടുപൊടി നനക്കുന്ന പോലെ ഒന്ന് നനച്ചെടുക്കാം. അങ്ങനെ പുട്ടുപൊടിയും ചെമ്മീൻ മസാലയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇതുപോലുള്ള ചിരട്ടപ്പുട്ടാണ് നമ്മൾ റെഡിയാക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ആവശ്യമുള്ളത്ര മസാല ഇട്ട് കൊടുക്കാം. അതിനുശേഷം പുട്ടുപൊടി ചേർത്ത് കൊടുക്കാം. വീണ്ടും മസാല ചേർത്ത് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് കുക്കറിൻ്റെ മുകളിൽ വെച്ച് 6-7 മിനിറ്റ് ഇതുപോലെ സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ മസാലപ്പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ മുഴുവൻ പുട്ടുപൊടിയും മസാല ചേർത്ത് ഇതുപോലെ സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ചെമ്മീൻ മസാലപ്പുട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടമാവും. പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.